നക്ഷത്രങ്ങളുടെയും പേരുകൾ ഉള്ളവളെ വിവാഹത്തിൽ നിന്ന് ബുദ്ധിമാന്മാർ ഉപേക്ഷിക്കുക. നക്ഷത്രത്തിന്റെയും പക്ഷിയുടെയും വൃക്ഷത്തിന്റെയും നദിയുടെയും പർവ്വതത്തിന്റെയും പേരുകൾ ഉള്ളവളെ ബുദ്ധിമാന്മാർ വിവാഹത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താ? ചൂണ്ടിക്കാണിക്കാനേ പറ്റത്തുള്ളൂ. ദാണ്ട നിൽക്കുന്നു. അശ്വതി നക്ഷത്രം ദാണ്ട നിൽക്കുന്നു. അന്നേരം വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പക്ഷിയുടെ സ്വഭാവം എന്താണ്? എത്ര തീറ്റി കൊടുത്ത് വളർത്തിയാലും ഇണക്കി വളർത്തിയാലും കൂട് തുറന്നു വിട്ടാൽ പറന്നു പോകും. അതാണ് പക്ഷിയുടെ പ്രത്യേകത. അന്നേരം പക്ഷിയുടെ പേരുള്ളവളെയും പിന്നെന്താണ്? നദിയുടെ പേരുള്ളവള്. നദിയുടെ പ്രത്യേകത എന്താ? സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി മൂന്നിന്റെ അന്ന് ഒഴുകിപ്പോയാൽ ആ വീട്ടിൽ സന്തോഷമുണ്ടാകുമോ? ഇല്ല. പിന്നെന്താ? വൃക്ഷത്തിന്റെ പേര് പറയുന്ന കേട്ടിട്ടില്ലേ? ഒന്നുമില്ലാത്തടത്തുനിന്ന് കൊണ്ടുവന്നവളാ. അതേ നിൽക്കുന്ന മരം പോലെ. ഒന്നുമില്ലാത്തടത്തുനിന്ന്, ഇവിടുത്തെ കാര്യമല്ല, വേറെ നാട്ടിലെ അമ്മയമ്മമാര് പറയുന്നതാണ് അങ്ങനെ. പിന്നെന്താ? പർവ്വതത്തിന്റെ പേര്. പർവ്വതത്തിന്, വൃക്ഷത്തിനൊന്നും നിൽക്കുന്നിടത്തൊന്നും മാറ്റമില്ല. പിന്നെന്താണ്? പർവ്വതം. ക്ഷയവൃത്തികളൊന്നുമില്ല, ചുമ്മാ നിൽക്കുന്നതാണ്. അതാണ് പറഞ്ഞത്. നക്ഷത്രങ്ങളുടെയും വൃക്ഷത്തിന്റെയും പക്ഷിയുടെയും നദിയുടെയും പർവ്വതത്തിന്റെയും പേരുകളുള്ളവളെ ബുദ്ധിമാന്മാർ വിവാഹത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. ആ പേരിൽ അന്തർലീനമായ തത്വമായി അവർ മാറിയാൽ ആ വീട്ടിൽ സന്തോഷമുണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇതാണ് സനാതന ധർമ്മത്തിന്റെ ശാസ്ത്ര സത്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. എല്ലാ കഥയിലും ഒരു കഥയുണ്ട്. ആ ശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ മൂന്നാം ദിവസമായിരിക്കുന്ന ഇന്ന് അതിവിശിഷ്ടങ്ങളായിരിക്കുന്ന കഥാപ്രകരണങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുകയുണ്ടായി. ഇനിയും ശ്രേഷ്ഠമായിരിക്കുന്ന നാമജപം ആരംഭിക്കുകയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നാളെ ഏകദേശം 10:30 തന്നെ മൃത്യുഞ്ജയ ഹോമം ആ ശ്രീവിദ്യാ പദ്ധതി അനുശാസിക്കുന്ന വിധാനത്തോടുകൂടി യജ്ഞശാലയിൽ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ അതിവിശിഷ്ടവും ദർശന പ്രാധാന്യമുള്ളതുമായ ഗോവിന്ദ പട്ടാഭിഷേകവും വളരെ ഫലസിദ്ധിയുള്ളതും കാർഷിക അഭിവൃദ്ധിക്ക് ഉതകുന്നതുമായ ഗോവർദ്ധന പൂജയും നാളെ സമർപ്പിക്കും. നാളെ കാർഷിക അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ അവരവരുടെ നാമനക്ഷത്രാദി കാര്യങ്ങൾ പറഞ്ഞ് ഗോവർദ്ധന പൂജ രസീതാക്കി യജ്ഞശാലയിൽ സമർപ്പിച്ച് അതിന്റെ പ്രസാദം സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നു. അതേപോലെ തന്നെ അപ്പം, അട, മധുരപലഹാരങ്ങള്, കരിക്ക്, ശുദ്ധമായ പശുവിൻ പാല് തുടങ്ങിയ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവത് അനുഗ്രഹ കടാക്ഷത്തിന് വേണ്ടി സജ്ജനങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുന്നു. ഇപ്പോഴ് നാമജപം ആരംഭിക്കുകയാണ്. യജ്ഞശാലയുടെ സമീപം നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും യജ്ഞശാലയിൽ കടന്നിരുന്ന നാമജപത്തിന്റെ ഭാഗമാകണം എന്ന് ഭക്താദരപൂർവ്വം അറിയിച്ചു കൊള്ളുകയാണ്.